ഹായ് ഓൾ, ഇന്ന് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ് പഠിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ആദ്യം ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3x - 2 എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ആണ്, 5x + y എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ആണ്, 2x എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ആണ്. അതേപോലെ നമുക്ക് പല ആൾജിബ്രൈക് എക്സ്പ്രഷൻസും എഴുതാൻ പറ്റും. ആൾജിബ്രൈക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൾജിബ്രൈക് ഇക്വേഷൻ 3x - 1 = 2 എന്ന് പറയാം. 3x - 1 = 2 എന്ന് പറഞ്ഞാൽ അത് ഒരു ആൾജിബ്രൈക് ഇക്വേഷൻ ആയി. കാരണം അവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് ഈ ഭാഗത്ത് നമ്മൾ എന്ത് പറയും? LHS അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? RHS അഥവാ റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും അങ്ങനെയാണ് പറയാം. നമ്മൾ ചാപ്റ്ററിന്റെ പേരെന്താ? ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്ററിൽ ഒരു വേരിയബിളുള്ള ഇക്വേഷൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതായത് 3x + y = 2 എന്ന് പറഞ്ഞ ലീനിയർ ഇക്വേഷനിൽ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്. വേരിയബിൾ എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അപ്പം ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. ഒരു 2x - 5 = 7 എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കിയാൽ അതിലെന്താ? വേരിയബിള് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ഇപ്പം പഠിക്കുന്നത്. ബാക്കി നമ്മൾ പിന്നീടേ പഠിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ് ലീനിയർ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ 1 ആയിരിക്കും. ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ 1 ആയിട്ടുള്ള കേസസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് AX + B = C. ഇത് ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് ആണ്. അതായത് എക്സ് വേരിയബിൾ എക്സിന് എക്സ് ആണ് വേരിയബിൾ, എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. എക്സ് ആണ് വേരിയബിൾ, എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? AX = C - B എന്ന് വരും. AX = C - B എന്ന് കിട്ടും. അപ്പൊ x എന്ത് കിട്ടും? C - B/A. ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞുതരാം. എക്സിന്റെ ഹയസ്റ്റ് പവർ 1 മാത്രമേ ആവാൻ പാടുള്ളൂ ലീനിയർ ഇക്വേഷൻസിൽ. സേ 5x² + x + 2 ഈസ് നോട്ട് എ ലീനിയർ ഇക്വേഷൻ എന്നാണ് പറയാം. 5x² + x + 2 ഈസ് നോട്ട് എ ലീനിയർ ഇക്വേഷൻ. കാരണം എന്താ? ഈ ഭാഗം x² ഹയസ്റ്റ് പവർ 2 ആണ്. ഹയസ്റ്റ് പവർ 2 ആയതുകൊണ്ട് അത് ലീനിയർ ഇക്വേഷൻ അല്ല. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ LHSഉം RHSഉം, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവണമെങ്കിൽ അത് certain values of x മാത്രമേ അത് ഈക്വൽ ആവുള്ളൂ. LHSഉം RHSഉം certain values of x മാത്രമേ ഈക്വൽ ആവുള്ളൂ. ആ വാല്യൂസിനെയാണ് നമ്മൾ സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? LHSഉം RHSഉം ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടോ സെയിം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് LHSലും RHSലും ചെയ്യും. അങ്ങനെ ഓപ്പറേഷൻസ് ചെയ്ത് നമ്മൾ വേരിയബിളിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ബാലൻസ് അത് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ വേണം നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. സോൾവിങ് ഇക്വേഷൻസ് വിച്ച് ഹാവ് ലീനിയർ എക്സ്പ്രഷൻസ് ഓൺ വൺ സൈഡ് ആൻഡ് നമ്പേഴ്സ് ഓൺ ദ അതർ സൈഡ്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു ഭാഗത്ത് ലീനിയർ എക്സ്പ്രഷനും ഉണ്ടാവും, മറ്റേ ഭാഗത്ത് നമ്പറും ഉണ്ടാവും. അങ്ങനത്തെ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുക എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് 2x - 3 = 7. ഇതിന്റെ ലീനിയർ എക്സ്പ്രഷൻ ഏതാ? 2x - 3. നമ്പർ ഏതാ? 7. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2x - 3യിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പോസിങ് 3 to RHS. ട്രാൻസ്പോസിങ് -3 to RHS എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസിങ് -3 to RHS എന്ന് പറഞ്ഞാൽ
2x ഈക്വൽ ടു 7 പ്ലസ് 3 എന്ന് കിട്ടും, ഈക്വൽ ടു 10. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 2 നമുക്ക് എന്ത് കിട്ടും, 2x ബൈ 2 10/2 എന്നും കിട്ടും. 2x ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ്, 10/2 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ x ഈക്വൽ ടു 5 എന്നാണ് നമ്മളുടെ ആൻസർ. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് എഴുതി വെക്കണം. നേരത്തെ ട്രാൻസ്പോസിംഗ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എന്താ ഓപ്പറേഷൻ ചെയ്യുന്ന വെച്ചാൽ അത് എഴുതി വെക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 2y plus 9 equal to 4. Solve 2y plus 9 equal to 4. 2y plus 9 ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 9 അപ്പുറത്തേക്ക് ഇട്ടു. അപ്പം ട്രാൻസ്പോസിങ് 9 to RHS, RHSലേക്ക് നമ്മൾ 9 ട്രാൻസ്പോസ് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 2y equal to 4 minus 9 equal to എന്താ, 4 minus 9 എന്ന് പറഞ്ഞാൽ -5. y എന്തായിരിക്കും, അപ്പം ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 2. അപ്പം നമുക്ക് എന്ത്, 2y by 2 -5/2 എന്ന് കിട്ടി. 2y by 2 എന്ന് പറഞ്ഞാൽ y equal to -5/2, y equal to -5/2 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് y equal to -5/2 എന്ന് കിട്ടി. ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ നോക്കും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എങ്ങനെയാ, 2 × -5/2 പ്ലസ് 9 എത്രയാന്ന് നോക്കാം. 2 × -5/2 എന്ന് പറഞ്ഞാൽ എത്രയാ, -5 പ്ലസ് 9 ഈക്വൽ ടു എന്താ, 4 ആണ്, ഈക്വൽ ടു RHS. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ, ഇതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് x/3 പ്ലസ് 5/2 ഈക്വൽ ടു -3/2. അതെങ്ങനെ ചെയ്യാം, ആദ്യം നമുക്ക് ഈ ഭാഗം ട്രാൻസ്പോസ് ചെയ്യാം. ട്രാൻസ്പോസിങ് 5/2 to RHS. x/3 എത്രയായിരിക്കും, -3/2 -5/2 ഈക്വൽ ടു -8/2 ഈക്വൽ ടു എന്താ, -4 എന്ന് കിട്ടി. എന്താ, മൾട്ടിപ്ലൈയിങ്, നേരത്തെയൊക്കെ നമ്മൾ ഡിവൈഡാണ് ചെയ്തത്, ഇപ്പം ഇവിടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. Multiplying by 3 on both sides. എന്തായിട്ടാ, 3 × x/3 equal to -4 × 3 equal to എന്താ, -12. അപ്പോൾ എന്താ, x equal to -12 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 15/4 -7x equal to 9. ഇതെങ്ങനെ ചെയ്യാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്പോസിങ് 15/4 RHS, ട്രാൻസ്പോസിങ് 15/4 to RHS എന്താ കിട്ടും, -7x equal to 9 minus 15/4. അതെന്താ, ഈക്വൽ ടു 9 × 4 36 minus 15/4 ഈക്വൽ ടു എന്താ, 36 minus 15 21/4. അപ്പം എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ബൈ -7 എന്താ, എക്സ് ഈക്വൽ ടു 21/4 × -7 ഈക്വൽ ടു എന്താ, ഇത് ക്യാൻസൽ ആയിപ്പോയി, 3 -3/4 എന്ന് ഉത്തരം കിട്ടി. എക്സ് ഈക്വൽ ടു -3/4.